നമസ്കാരം, ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്ന നാട്ടുകാർ. ലോറി ഡ്രൈവറും കോഴിക്കോട് സ്വദേശിയുമായ അർജുനെ കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന് ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗംഗാവലിപ്പുഴയുടെ മറുകരയിലുള്ള ഗ്രാമത്തിൽ ഇത് കാരണം വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 1/2 കിലോമീറ്ററോളം വീതിയുള്ള പുഴയാണ് ഗംഗാവലി. മാടാങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ് ഗംഗാവലിപ്പുഴയുടെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ താമസിക്കുന്നത്. ഷിരൂർ കുന്നുകളിലെ മണ്ണിടിച്ചിൽ സമയത്തുണ്ടായ സ്ഫോടനത്തിൽ ഈ ഗ്രാമത്തിലെ 6 വീടുകൾ തകർന്നു. 9 പേരെ മണ്ണിടിച്ചിലിനെ തുടർന്നുള്ള കുത്തൊഴുക്കിൽ കാണാതായി. ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് കിട്ടിയത്. 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം മണ്ണിടിച്ചിലിൽ ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് ലോറികൾ വീണിരുന്നു. 2 പാചകവാത ടാങ്കർ ലോറികളാണ് പുഴയിലേക്ക് വീണത്. ഇതിൽ 1 മാത്രമാണ് ലഭിച്ചത്. 7 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ ടാങ്കർ ലോറി കണ്ടെത്തിയത്. രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയിരുന്നു. എന്നാൽ ലോറിയെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവുമില്ല. കുന്നൊരിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി കണക്കെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചാകും സ്ഫോടനത്തിനും വെള്ളം ഉയരാൻ കാരണമായതെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 8ാം ദിവസമായി ഇന്നും തുടരുകയാണ്. സൈന്യമാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ വരെ കരയിൽ നടത്തിയ പരിശോധനയിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും കണ്ടെത്താനായില്ല. അതിനാൽ തന്നെ റോഡിൽ മണ്ണിടിഞ്ഞ് വീണെടുത്ത് അർജുന്റെ ലോറി ഉണ്ടായേക്കില്ല എന്ന അനുമാനത്തിലാണ് അധികൃതർ. ഇന്നു മുതൽ പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിലാണ് നടത്തുക. അത്യാധുനിക റഡാറുകൾ ഇതിനായി എത്തിക്കും. അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ തേടി കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതോടെ അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ നിസ്സംഗത കാട്ടി എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. അർജുന് സംഭവിച്ച അപകടത്തെക്കുറിച്ചറിയാൻ വൈകിയെന്ന് സഹോദരി അഞ്ജു പറയുന്നു. തങ്ങൾ വിവരം അറിയുമ്പോഴേക്കും പോലീസിന് വാഹന ഉടമ പരാതി നൽകിയിരുന്നു. പിന്നീട് അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഭീകരാന്തരീക്ഷം മനസ്സിലായതെന്നും അഞ്ജു പറയുന്നു. ഇവിടെ മുഴുവനായി മണ്ണ് മൂടിക്കിടക്കുകയാണ്. അതിൽ വേറെയും വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതെന്നും അവർ അറിയിച്ചു. സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ചെയ്തിരുന്നു. ആദ്യം തന്നെ മീഡിയാസിനെ വിളിക്കുന്നതല്ലല്ലോ ശരിയായ കാര്യം. അവിടെ എന്റെ ഭർത്താവ് ഉൾപ്പെടെ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത്. സർക്കാർ തലത്തിൽ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒരുവിധം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ MPയെ കണ്ടത്. അപകടം നടന്ന ഇടത്ത് കനത്ത മഴയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും അർജുനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു. അതേസമയം അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി പുനരാരംഭിച്ചിട്ടുണ്ട്. മഴയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് വീണ്ടും ആരംഭിച്ചത്. എന്നാൽ അപകടം നടന്ന് ഇത്രയും ദിവസമായിട്ടും രക്ഷാപ്രവർത്തനം ഊർജിതമല്ലെന്നാണ് അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനോഫ് പറയുന്നത്. അവിടെ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഗതാഗതം പുനഃസ്ഥാപിക്കാനാണെന്നും പ്രദേശത്ത് മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും മനോഫ് പ്രതികരിച്ചു. അർജുനെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചത്. കർണാടക ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു. വലിയ മണ്ണിടിച്ചിലാണ്. വെള്ളത്തിനടിയിലാണെങ്കിൽ GPS കിട്ടില്ലെന്നും ലോറി മണ്ണിനടിയിലാവാനാണ് സാധ്യതയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.